നമ്മളെപ്പോഴും ദൈവത്തിൽ നന്ദിയുള്ളവരായി തീരുക. दिनम प्रति आश्चर्य रीति पर हमको चलाता है, इसी कारण मैं मसीह को धन्यवाद करता हूँ. ആമേൻ. കാരണം ദൈവം വിശ്വസ്തനാകയാൽ നമ്മളും ദൈവസനയിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കണം. हमारे लिए मसीह विश्वास योग्य है, इसी कारण में मसीह का साथ हम भी विश्वास योग्य रहना उचित है. നമ്മുടെ ചുറ്റുപാടും പലവിധമാകുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പിന്നെയും വിശ്വസ്തരായിക്കൊണ്ടിരിക്കുക. हमारा चारों तरफ ऐसी प्रकार की घटना चल रहा है, लेकिन मसीह ने हमको इतनी रीति पर संभालते हैं, इसी कारण में धन्यवाद. ഓരോ പ്രഭാതവും നമുക്ക് പുതുതായി കർത്താവ് നൽകുമ്പോൾ നമ്മളും ഓരോ പ്രഭാതത്തിലും പുതിയ കൃപകളോടുകൂടെ പുതിയ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. दिनम प्रति एक एक नए प्रभात समय सुप्रभात देते हैं, इसी कारण में मसीह को हम धन्यवाद देना हमारा कर्तव्य है. അനേകർ കാണുവാൻ ആഗ്രഹിച്ച ഒരു പ്രഭാതമാണ് ദൈവം നമുക്ക് ദാനമായി നൽകി തന്നത്. बहुत सारे लोग आग्रह के साथ सुबह ही वक्त मिलने के लिए आशा की, लेकिन उससे भी बढ़कर मसीह ने हमारे लिए सुप्रभात दी है. അത് നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടൊന്നുമല്ല, ആ ദൈവത്തിന്റെ ദയ മാത്രമാണ്. हमारा कोई कुछ खूबी नहीं, कोई कुछ बात नहीं, प्रभु की दया हम पर है. പലപ്പോഴും ദൈവം നൽകുന്ന നന്മകളെ അറിഞ്ഞിട്ടും നമ്മൾ അതിനെ നന്ദി കരയറ്റാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകും. फलदायक जीवन बिताने के लिए प्रभु अवसर देते हैं, हम धन्य देना हमारा काम है. എന്നാൽ ഓരോ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിക്കും തോറും നമ്മെ വളർത്തും തോറും നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുക. दिनम प्रति मसीह में हम जीने देते हैं और मसीह का अनुग्रह देखते हुए परमेश्वर को धन्य कहने के लिए चरणों पर बैठना आवश्यकता है. ഓരോ ദിവസവും നമ്മെ ദൈവം ഉയർത്തുമ്പോൾ, നമുക്ക് പുതിയ പുതിയ നന്മകളും അനുഗ്രഹം നൽകി ഉയർത്തുമ്പോൾ നമ്മൾ പിന്നെയും ദൈവസന്നിധിയിൽ താണിരിക്കുക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. दिनम प्रति प्रभु ने बैठने के लिए देते हैं, आर्थिक या शारीरिक तौर पर हमें उन्नति देता है, इसका और तुल्यता में हमारा मसीह को आराधना देना हमारा कर्तव्य है. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാനിടയായി ദൈവം നൽകിയ പദവികളെയും അനുഗ്രഹങ്ങളെയും പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ അഹങ്കരിച്ച വ്യക്തി. बीते सप्ताह हम ये मनन किया, मसीह के लिए हम कार्य किया, मसीह ने हमारे लिए किया, जो किए हुए बात भूल जाते हुए और घमंड किया, अहंकार बन गया, उसके बारे में पिछले हफ्ता मनन किया था. ശൗലിന്റെ ജീവിതത്തിൽ അവന് സംഭവിച്ചതായ തോൽവിയുടെ അല്ലെങ്കിൽ പരാജയത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായി. बीते सप्ताह शमूएल बादशाह, शमूएल राजा, उनका जीवन में जो घटना हुई उसके बारे में हम मनन किया था. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ 5 കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനിടയായി. और उनका जीवन में धोखाबाजी हुई और 5 बात में एक बात के बारे में मनन किया है. അവന്റെ വീഴ്ചയുടെ ആദ്യ കാരണം അവന്റെ അഹങ്കാരമായിരുന്നു. गिरने की प्रथम बात उसका अहंकार है. കാരണം അവന് ലഭിച്ചതായ പദവികൾ അവന് യോഗ്യത ഇല്ലാതിരുന്നിടത്ത് അവന് ലഭിച്ചത് അവനത് ഉപയോഗപ്പെടുത്തേണ്ടത് ദൈവഹിതപ്രകാരമായിരുന്നില്ല. उनका जिंदगी अयोग्यता में थे, लेकिन यहोवा परमेश्वर ने उनके योग्यता में लाया, लेकिन उनका पदवी को त्याग की है. അതുകൊണ്ട് അവനെ അവിടെ വീഴ്ച സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. इसके कारण गिरावट हुई है. രണ്ടാമത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അവന് ദാവീദിനോടുള്ള അസൂയയായിരുന്നു. दूसरे एक बात दाऊद के विरोध में लड़ने के लिए शुरू किया. കാരണം ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തത് അത് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. दाऊद को यहोवा ने चुन लिया है, जो देखते हुए उन्होंने अफसोस हो गई है. കാരണം ദാവീദിന്റെ സാമർത്ഥ്യവും അവന് ലഭിച്ചതായ പ്രസിദ്ധിയും അത് ശൗലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. यही बात है, यहोवा परमेश्वर ने दाऊद को इस्तेमाल किया,
और कुमारियों उनकी और गीत गाकर उनका प्रशंसा दी। वो शाऊल को अच्छा नहीं लगा। അതെ, 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്കത് കാണുവാൻ കഴിയും. और पहले शमूएल 18वां अध्याय में देखे वहां मरम पाया जाता है। അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്ത്രീകൾ ദാവീദിനെ പുകഴ്ത്തുന്നത് അത് ശൗലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. वो उसका 7वां पद से लेकर 9वां पद में तक वहां पर स्त्रियों नाचती हुई वो एक दूसरे के साथ यह गाती गई। കാരണം അവിടെ പറയുന്നത് അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, അവന് പ്രീശലോട് ഈ വാക്ക് അവന് അനിഷ്ടമായി. 8-ാം വാക്യം. तब शाऊल अधिक क्रोधित हुआ और यह बात उसको बुरी लगी। കാരണം എന്താ? ഞാനാണ് ഇസ്രായേലിന്റെ രാജാവ്, എനിക്ക് നൽകേണ്ട മഹത്വം സാധാരണ ഒരു വ്യക്തിക്ക് നൽകി. അതാണ് അവന് അസൂയ ഉണ്ടായത്. और उनका ये लालच यही हुई। और बादशाह शाऊल है, शाऊल को देने की जो तारीफ और साधारण व्यक्ति को दिया, यही कारण। അത് നമ്മെക്കാളും ഒരാള് ആത്മീയത്തിൽ വളരുന്നുവെങ്കിൽ, അവർ പ്രാർത്ഥനയിലോ ആരാധനയിലോ അല്ലെങ്കിൽ വചനത്തിലോ വളരുന്നുവെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? और हमारे से बढ़कर एक व्यक्ति आराधना में या विश्वास योग्य रहकर मसीह को प्रसन्न करने के लिए आते हैं, हम उनका साथ क्या करूं? അനേകര് ചെയ്യുന്ന ഒരു കാര്യം, എന്നെക്കാളും ഒന്ന് മുൻപ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെയെങ്കിലും താഴ്ത്തി ഇടുക, വലിച്ചു താഴെ ഇടുക. അതാണ് ഇന്നത്തെ സമൂഹം കാണുന്നത്. आजकल दिनों में ये हम देखते हैं, एक व्यक्ति से भी अधिक दूसरों को मसीह ने हाथ में इस्तेमाल करते हैं, जो देखते हुए खुजली आकर उनको गिराने के लिए रास्ता देखते हैं। അത് ഒരു 2-3 പേര് ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ 3 പേർക്ക് അവസരമുണ്ട്. അതിൽ ആദ്യ ആള് പ്രസംഗിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിർത്തിയാൽ മതിയായിരുന്നു, എനിക്ക് അടുത്ത് പ്രസംഗിക്കണം. ഇതാണ് അടുത്തായിരിക്കുന്ന ആളുടെ ചിന്ത. मानो के एक प्लेटफॉर्म में 2-3 प्रचारकों प्रचार देने के लिए बैठ रहा है। पहले प्रचार देते हैं, दूसरा और तीसरा चाहते हैं वो बैठेगा तो मुझे को प्रचार देने का। കാരണം എനിക്കുള്ള അവസരം കൂടെ ഈ വ്യക്തി എടുക്കുമോ എന്നുള്ള ഒരു പേടിയാ. और दूसरों ने मन भावनी यही है, उनको मिलता हुआ समय भी प्रथम व्यक्ति लेगा नहीं लेगा ये चिंता। രണ്ടാമത്തത്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിനേക്കാളും അധികമായിട്ട് ഈ വ്യക്തി പ്രസംഗിച്ചാൽ അടുത്ത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. और यही बात है, ये दूसरा व्यक्ति प्रचार देने से भी अधिक है। पहले व्यक्ति प्रचार करेगा तो लोगों का बीच में तारीफ इनको नहीं मिलेंगे, ये सोच समझते हैं। അങ്ങനെയുള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് മറ്റു വ്യക്തിയെ വലിച്ചു താഴെ ഇടാനേ ശ്രമിക്കത്തുള്ളൂ. ऐसे वाले व्यक्ति दूसरों को पकड़कर खींचकर नीचे डालने के लिए कोशिश करेंगे। എന്നെക്കാളും മറ്റൊരു വ്യക്തി വളരരുത്, അത് ഏത് വിഷയത്തിലാണെങ്കിലും എന്റെ താഴെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയുള്ളവരുടെ സ്വഭാവം ഞാൻ പറഞ്ഞു. दुनिया में दुनियादारी व आत्मिक लोगों का बीच में भी सोचते हैं मेरे से बढ़कर कोई आगे बढ़ना नहीं। പ്രീസലോട് ഞാൻ ശുശ്രൂഷിച്ച സഭയിലും ശുശ്രൂഷിക്കുന്നിടത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കാളും എന്റെ വിശ്വാസി ഒരു പടി മുന്നേറി വരുന്നത് എനിക്കത് സന്തോഷം. परमेश्वर की दास सेवकाई करते हैं, जो मंडली में यही बात समझाता है। परमेश्वर की दास को प्रभु ने कितना ज्योति दिया, वचन दिया, महिमा दिया, इससे भी बढ़कर हमारा विश्वासियों आगे बढ़ने के लिए मैं चाहता है, देखता है। അതുകൊണ്ട് എന്റെ ചർച്ചിലെ സഹോദരങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുവാനും അവരെ മീറ്റിങ്ങുകൾ നടത്തുവാനൊക്കെ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. परमेश्वर की दास ने अपने मंडली में और भाइयों को प्रचार देने के लिए, उपदेश देने के लिए अवसर देता है। അതുകൊണ്ട് സംഭവിക്കുന്നത് അവർ കുറച്ച് വളർന്നു വരുന്നത് എനിക്ക് കാണാൻ കഴിയും. इसी कारण में वो भाइयों आगे बढ़ते हैं।
അങ്ങനെ വളർന്നു വരുന്നത് ആമേൻ ഈ പ്രൈസ് ദി ലോർഡ് അത് എനിക്ക് വിരോധമായി നിന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സാരമാക്കാറില്ല. और ऐसा आया वाला व्यक्ति परमेश्वर के दास के विरोध रहा देखा मैं, फिर भी मुझे को कुछ शंक नहीं है. പ്രൈസ് ദി ലോർഡ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ആമേൻ അവർക്ക് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവർ വളരട്ടെ, എന്നിലും കുറച്ചുകൂടെ വളർന്നാലും അത് എനിക്ക് വിഷയമല്ല. കാരണം ദൈവം അവർക്ക് നൽകിയതും എനിക്ക് നൽകിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. परमेश्वर के दास ये मन में चाहते हैं, जो परमेश्वर के दास को देता है वरदान से भी अधिक वरदान उन्हीं को मिले, उन्होंने आगे बढ़े, आगे के दिनों में एक सेवक बने इत्यादि बात. കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് ആമേൻ പല സ്ഥലങ്ങളിലും പലരും പറയുന്ന ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ആമേൻ അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിലെ ശുശ്രൂഷകനാണ് എന്നെ വളർത്തിയതെന്ന് അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ട്. परमेश्वर की दास की औरों ने बताता है, परमेश्वर के दास अपने भाइयों को वजन से सिर कर आगे बढ़ने के लिए अवसर वो पास्टर ने दिया है. इससे बढ़कर आगे बढ़ना उचित नहीं, ये बात. അങ്ങനെ ചില സഹോദരർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ ആയിരുന്നത് കൊണ്ട് എനിക്ക് ഇത്രയും വളരാൻ പറ്റിയെന്ന് പറയുന്നത് കേൾക്കുമ്പോഴുള്ള സന്തോഷം. ये बात है, परमेश्वर के दास की उपस्थिति में औरों ने बढ़ते हैं और वजन में सिर होते हैं, वजन की आगे बढ़ते हैं. ये बात उनका स्मरण में दिलाते हैं. കാരണം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ എന്തെന്നുള്ളത് എനിക്കത് വ്യക്തമായിട്ട് അറിയാം. परमेश्वर को दास को ये बात सिर है, परमेश्वर के दास को दिए हुए वरदान और शक्ति क्या है उनको जानकारी है. അതുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ വളർത്തുകയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. और दूसरों को हाथ में लाना, बढ़ाना देना, उनको परमेश्वर उपयोग में लाना इत्यादि बात परमेश्वर का दास का मन भावनी है. കാരണം ദൈവം ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വെവ്വേറെ ശുശ്രൂഷയ, എല്ലാവർക്കും ഒരേ ശുശ്രൂഷയല്ല. कारण यही है परमेश्वर ने एक एक व्यक्तियों को अलग अलग प्रकार के वरदान दिया है, एक ही तरीका है नहीं. അതുകൊണ്ട് ഞങ്ങളുടെ സഭയില് അങ്ങനെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ഒരു ദൈവിക ആലോചനയുണ്ടെങ്കിൽ പറയാം, ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും ദൈവിക ആലോചനകളും പറയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. परमेश्वर के दास सेवकाई करते हैं, जो मंडली में आजादी है, जिनको प्रकटीकरण मिला है और प्रबोधन देने के लिए अवसर है, उनको आगे बढ़ने के लिए अवसर दिया देता है. അത് നമ്മുടെ വൈകിട്ടുള്ള മലയാളം മീറ്റിംഗിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. और शाम की वक्त वहां पर मीटिंग है, वो मीटिंग में भी शामिल होने वाले सभी को मालूम पड़ते हैं. കാരണം എനിക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ അത് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് വേറൊരു വ്യക്തി ചെയ്യാൻ കഴിയത്തില്ല. परमेश्वर के दास के ऊपर सौंपा हुआ वरदान जो परमेश्वर की अनुग्रह उन्हीं को कर सकता है, औरों को दूसरों को कर नहीं सकते हैं. അതുകൊണ്ട് മറ്റൊരു വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷയിൽ ഞാൻ അസൂയപ്പെട്ടിട്ടോ അവർക്ക് വിരോധമായി നിന്നിട്ടോ ഒരു കാര്യവുമില്ല, അതെന്റെ പരാജയത്തിന് കാരണമാകത്തേ ഉള്ളൂ. औरों को अपने जीवन में प्रभु ने दिए हुए जो वरदान अनुग्रह अन्य व्यक्तियों घर ले नहीं सकते हैं. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ ദൈവം എന്നെ വളർത്തുവാനും ദൈവശക്തനാണ്. परमेश्वर के दास के विश्वास उसी में स्थिर रहेगा तो यहोवा परमेश्वर ने उन्हें बढ़ने देते हैं. ശൗലിന്റെ ജീവിതത്തിൽ ദാവീദ് മുന്നിൽ കയറി വരുന്നത് അത് ശൗലിന് ഒട്ടും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. शाऊल राजा के समय में और दावीद ने इतने बढ़ते हुए जो काम कार्य इतना विश्वास योग्य करने में उस शाऊल के ऊपर जाते हैं, शाऊल को मन में अच्छा नहीं लगा है. കാരണം ശൗലിന്റെ ഒരേ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ രാജാവായിരിക്കുന്നു, ഇനി എന്റെ തലമുറകൾ മാത്രമേ ഈ സിംഹാസനത്തിൽ ഇരിക്കാവൂ. शाऊल राजा की मन भावनी यही है, वो ही सिंहासन पर बैठा है, मेरा पीढ़ियों आगे बढ़ना है, मेरा पीढ़ियों को अनुग्रह करना है.
ദാവീദ് ഇങ്ങനെയാണെങ്കിൽ എന്റെ സിംഹാസനം കൂടെ അവൻ പിടിച്ചു പറ്റും, അതുകൊണ്ട് അത് അവന് സഹിക്കാൻ പറ്റിയില്ല. ये शाऊल की मनभावनी यही है, लोग भीड़ उनका बारे में तारीफ देते हैं, ऐसा हो तो मेरा सिंहासन भी उन्होंने कब्जा में ले सकते हैं. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകൾ ദാവീദിന് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ദാവീദ് തന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുകയാണ് മാത്രം ചെയ്യുന്നത്. दावीद को ऐसी प्रकार की कोई मनभावनी नहीं है, केवल इतना ही है और उनका ऊपर समर्पण किया, सौंपा हुआ जो कर्तव्य पूरा करना, ये चिंता है. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ദാവീദ് തന്റെ ജീവിതത്തിൽ വിശ്വസ്തത കാണിച്ചത് കൊണ്ട് ദാവീദിനെ ചില ആൾക്കാർ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. विश्वास योग्य में दावीद ने काम किया, इसी कारण में शाऊल से भी उत्तम रीति पर दावीद को लोग इस्तेमाल किया है. നമ്മൾ 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പൻ ദുഷിച്ചു, അപ്പൻ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു, പക്ഷേ മകൻ അവനെ സ്നേഹിക്കാൻ ശ്രമിച്ചു. और अगले शमूएल 18वां अध्याय में दावीद को सताने के लिए शाऊल ने प्रयत्न की, लेकिन उनका बेटी ने दावीद को रक्षक होकर उनका साथ दा. അവിടെ വായിക്കുന്നത് ദാവീദ് ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു എന്നാണ്. वहां पर यही हम पाया जाता है, योनाथन शाऊल राजा ने दावीद को त्याग किया करता है, मारने देता है, लेकिन योनाथन ने शाऊल का पुत्र है, दावीद की आमने सामने रखा है. മാത്രമല്ല അവിടെ പറയുന്നത് യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചെന്നാ പറയുന്നത് 18-ന്റെ 1-ല്. और 18वां अध्याय प्रथम पद में यही दिया, जब वह शाऊल से बातें कर चुका तब योनाथन का मन दावीद पर ऐसा लगा गया. മാത്രമല്ല 4-ാം വാക്യത്തിൽ വായിക്കുന്നത് യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. 4वां पद में योनाथन ने अपना बगा जो वह स्वयं पहने या उतार कर अपने वस्त्र समेत दावीद को दे दिया, वरनु अपनी तलवार और धनुष और कटिबंध भी उसको दे दिया. നോക്കിയേ, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചത് കൊണ്ട് സ്വന്തമായിരുന്നതെല്ലാം അവൻ ദാവീദിന് കൊടുത്തു. अपने स्वयं प्राण की नाई दावीद को योनाथन ने प्रेम किया, इसी कारण में उनका शरीर में पहनते जो वस्त्र वो हथियार उन पर दी है. അതിനെ അവൻ സ്നേഹിച്ചു എന്ന് പറയുകയല്ല, ആ സ്നേഹം അവൻ വെളിപ്പെടുത്തി. प्यार किया है, प्यार करता है, जो केवल मुंह से कहता नहीं, उनका जिंदगी का सब कुछ उनको देते हुए प्रेम किया है. അതാണ് അവിടെ പറയുന്നത്, തന്റെ സ്വന്തം പ്രാണനെ പോലെ. അതായത് എന്റെ ഈ ശരീരവും ദാവീദിന്റെ ശരീരവും ഞങ്ങളുടെ പ്രാണൻ ഒന്നാണെന്ന് യോനാഥാൻ അവിടെ തെളിയിച്ചു. ये योनाथन उसे अपने प्राण के समान प्यार करने लगा. अपना स्वयं शरीर की नाई दावीद पर योनाथन प्रेम किया. എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത് ശൗല് അയക്കുന്നിടത്തൊക്കെയും ദാവീദ് വിശ്വസ്തയോടുകൂടെ വിവേകത്തോടുകൂടെ നടന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. वो अध्याय में यही वचन पाया जाता है, और दावीद को शाऊल ने जिन काम कार्य के लिए भेजा जाता है, विश्वास योग्य होकर काम कर्तव्य पूरा किया है. അവനെ ഇതാ ഒരു അധികാരിയാക്കി, അല്ലെങ്കിൽ സകല പടജനത്തിന്റെയും മേലധികാരിയാക്കി അവനെ വെച്ചു. शाऊल ने दावीद को सेनाओं के शीर्ष काम दिलाया है. അപ്പോൾ അവിടെ ചില സഹോദരിമാര് ഇറങ്ങി ദാവീദിനെ പുകഴ്ത്താൻ തുടങ്ങി. तब ये देखते हुए कुम्हारियों आकर
तारीफ कर कर गीत गाने शुरू किया। അതാണ് ശൗലിന് ഏറ്റവും അനിഷ്ടമായി തീർന്നത്. वही शब्द है और शाऊल को गलत रीति पर मन में आया। ആമേൻ. ഇത് ദാവീദ് പറഞ്ഞിട്ട് ചെയ്തതല്ല, ദാവീദ് ചെയ്ത പ്രവൃത്തി കണ്ടിട്ടാണ് ആ സ്ത്രീകൾ ദാവീദിനെ പുകഴ്ത്താൻ തുടങ്ങിയത്. ये कुम्हारियों ने दावीद ने किए हुए काम कार्य को देखते हुए तारीफ किया है। ആമേൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ചില പുകഴ്ത്തലുകളും ചില ശത്രുക്കളെ ആമേൻ നേടിയെടുക്കാൻ കഴിയും. औरों ने अपना जिंदगी की अच्छे भले बात कहता है जो देखते हुए वैरियों शत्रुओं को बढ़ने के लिए अवसर भी होते हैं। നോക്കി, ദാവീദ് വിശ്വസ്തനായി നിന്നിട്ട് പോലും ഈ സ്ത്രീകളുടെ വാക്ക് കേട്ട് ശൗൽ ദാവീദിന് വിരോധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ये स्त्रियों के शब्द सुनते हुए शाऊल राजा ने दावीद के विरोध लड़ने के लिए काम की है। ആമേൻ. എന്നാൽ ദാവീദ് അതിന് എതിരായിട്ട് ആമേൻ ഒന്നും പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. और शाऊल ने दावीद के विरोध में लड़ते हैं, लेकिन दावीद शाऊल के विरोधी हो नहीं हुआ, जिनका उनका ऊपर समर्पण देते हैं, जो किया करते जाते हैं। നാം 19-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഈ ശൗലിനെ ആശ്വസിപ്പിക്കുവാൻ, കിന്നരം വായിച്ച് ആശ്വാസം നൽകുവാൻ കടന്നു വന്ന ദാവീദിന് വിരോധമായിട്ട് കുന്തമെറിയുന്നത് കാണുവാൻ കഴിയും. 10-ാം വാക്യത്തിൽ वो 10वां पद में यही पाया जाता है। 19-10 19 वहां पर यही वचन दिया है। तो शाऊल ने चाहा कि दाऊद को ऐसा मारे कि भाला उससे बेधे हुए भीद में त्रास जाए। ശൗലിന്റെ ശരീരത്തിലുള്ള ദുരാത്മാവ് പോകുവാൻ വേണ്ടി കിന്നരം വായിക്കുന്ന ദാവീദിനെയാണ് ഇതാ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. वो दावीद राजा ने और तुरंगे भूखते हैं, जो तब उनका जीवन में भूत उतरते हैं, उनको रक्षा करने वाला रक्षक होकर आया। दावीद को सताने के लिए शाऊल कोशिश करते हैं। പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട വ്യക്തി ദുരാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിക്ക് വിരോധമായി ഇതാ അവൻ ആമേൻ കൊല ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. पवित्र आत्मा पाया हुआ व्यक्ति पवित्र आत्मा को त्याग करेगा तो पवित्र आत्मा की अगुवाई से काम करने वालों को सताने के लिए वो नुकसान पाया हुआ व्यक्ति कोशिश उसी समय में करते हैं, आज भी करते हैं। ആമേൻ. കാരണം ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വചനം പറയുന്നത് പോലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? और बाइबल में यही बात है, पवित्र आत्मा पाया हुआ व्यक्ति है, उसको नेब ढल गई है, और धार्मियों क्या करेंगे? അവൻ ആമേൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവൻ എന്തും ചെയ്യും. എങ്ങനെയെങ്കിലും അഭിഷേകം പ്രാപിച്ച വ്യക്തിയെ നശിപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ. तो पवित्र आत्मा पाया वो आत्मा को नुकसान कर दिया है। जो व्यक्ति पवित्र आत्मा से भरपूर होकर काम करने वालों को कोई रास्ता पर गिरावट उन्होंने देखते हैं। കാരണം ഇവന് നഷ്ടപ്പെട്ടത് വേറൊരു വ്യക്തി ഇനി അതിൽ കയറി വരരുതെന്നുള്ള ചിന്തയാണ്. नुकसान पाया हुआ व्यक्ति उनका मनभावना यही है, और ये सेवकाई काम कार्य में आगे आना नहीं। കാരണം നമുക്കറിയാം ഒരാൾക്ക് അത് ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ അസൂയ കൂടും. और एक व्यक्ति को मिला है वो नष्ट कर दिया है, दूसरा व्यक्ति को मिला है वो और उनको त्याग करना शुरू करते हैं। ഇവിടെ ദാവീദ് ശൗലിന് ആശ്വാസം പകരുവാൻ വേണ്ടിയാ പോയത്. പക്ഷേ ആ ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഭാവിക്കുന്നു. दिलाजा देने के लिए शाऊल को दिलाजा देने के लिए दावीद आता है, जो दावीद को सताने के लिए शाऊल प्रयत्न करते हैं। അത് മൂന്നാമത് നമ്മൾ കാണുന്നത് അവൻ ഒരു ക്രൂരനായി തീർന്നു. तीसरा एक बात है, ऐसी व्यक्ति एक क्रोध व्यक्ति होता है।
അവൻ ദാവീദിനോട് ഏറ്റവും ക്രൂരമായിട്ടാണ് പെരുമാറിയത്. दावीद की और इतना क्रोधित होकर काम किया है। ദാവീദ് ശൗലിന് വിരോധമായിട്ടൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തില്ല എങ്കിലും ഈ ശൗല് ദാവീദിനെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ये दावीद शाऊल के विरोध में कुछ काम किया नहीं, फिर भी उनका वरदान देखते हुए शाऊल दावीद को सताने के लिए रास्ता देख रहा है। നമുക്കറിയാം അവിടെ ദാവീദ് മരിച്ചു പോകുമെന്നുള്ള നില എത്തിക്കഴിഞ്ഞു. हमको इसका बारे में जानकारी है, दावीद मरने तक, मृत्यु तक आया है। പക്ഷെ അവിടെ ശൗലിന്റെ മകളായ മീകാൾ ദാവീദിനെ രക്ഷപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. वहां पर हम देखते हैं शाऊल की पुत्री मीकल दावीद को रक्षक होकर आगे आया है। പ്രിയമുള്ളവരെ, അഭിഷേകം പ്രാപിച്ച വ്യക്തി വിശ്വസ്തയോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ ശത്രുവിന്റെ പാളയത്തിലും അവന് രക്ഷ ഒരുക്കുന്ന ദൈവം. और पवित्र आत्मा पाया हुआ व्यक्ति शत्रुओं का छावनी में भी प्रभु ने उनको रक्षा देता है। അതെ, ഈശോയുടെ ശത്രു അവനെ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ അവനെ രക്ഷപ്പെടുത്തുവാൻ ദൈവം വഴികൾ തുറക്കും. शत्रुओं की छावनी में सताने की रास्ता होवे तो भी यहोवा परमेश्वर ने वहां पर उतरता है, पर उनको रक्षा देता है। അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ശത്രുക്കൾക്ക് മുൻപാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു. इसी कारण में दावीद ने भजन गाया है, शत्रुओं की वैरियों के बीच में तूने मेष बिछाता है। അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. इसी कारण में दावीद ने गीत गाते हैं, निरंतर हर समय सुख दुख के समय भी परमेश्वर को गीत गाते ही रहेंगे। നോക്കിയേ, അവൻ അപ്പൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മകൾ അവനെ രക്ഷപ്പെടുത്തി അയക്കുക. और पिताजी ने सताने के लिए रास्ता बनाते हैं, तब बेटी ने उनका रक्षक होकर आया है। അവൻ ഈ 1 ശമൂവേൽ 19 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മീകാൾ അവനെ രക്ഷപ്പെടുത്തിയിട്ട് ആമേൻ അപ്പനെ പറ്റിച്ച് പ്രൈസലോട് ജീവിക്കുന്നത് കാണുവാൻ കഴിയും. और 19 अध्याय में ये वचन दिया है, मीकल ने शाऊल की पुत्री ने दावीद को सताने के लिए शाऊल योजना बनाया, लेकिन रक्षक होकर और मीकल दावीद को बचाया है। ആമേൻ, പ്രൈസലോട്. അതാ ഞാൻ പറഞ്ഞത്, ആമേൻ, ആരെല്ലാം നമുക്ക് വിരോധമായിട്ട് എഴുന്നേറ്റാലും ദൈവം നമുക്ക് തുണയുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. हमारा विरोधी होकर कोई भी किसी भी खड़ा हो जाएगा तो भी हमारा रक्षक उद्धार होकर हमारा मसीह हमारा साथ भी साथ है। ആമേൻ, പ്രൈസലോട്. അതുകൊണ്ട് അവിടെ ശൗൽ പരാജയപ്പെടുകയും ദാവീദ് രക്ഷപ്പെടുകയും ചെയ്തു. इसी कारण में शाऊल पराजित हुई, दावीद को रक्षा मिल गई है। ഈ ശൗലിന്റെ ആമേൻ പരാജയത്തിന്റെ അടുത്തൊരു കാരണം നമ്മൾ ചിന്തിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും, ये शाऊल की एक बात हम चिंता करेगा तो मालूम पड़ते हैं। ആമേൻ, അവന്റെ പരാജയത്തിന്റെ 4ാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ അനുസരണക്കേടായിരുന്നു. चौथी बात यही है, ये उल्लंघन किया, आज्ञा त्याग किया है। അവൻ ദൈവം അവനോട് കൽപ്പിച്ചത് അവൻ ചെയ്യാതെ പോയി. यहोवा परमेश्वर ने शाऊल को आज्ञा दी, जो आज्ञा को त्याग की। കാരണം നമുക്കറിയാം, നമ്മൾ വായിച്ച ആ 13-ാം അധ്യായത്തിൽ നമ്മൾ 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, और पहले शमूएल की पुस्तक 13वां अध्याय में हम देखा था, അതിന്റെ 11-ാം വാക്യത്തിൽ അവിടെ ശമൂവേൽ ഒന്ന് ചോദിച്ചത്, നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. और पहले शमूएल की पुस्तक 13वां अध्याय 11वां पद में शमूएल ने पूछा, तूने क्या किया है? അത് നീ എന്താ ചെയ്തതെന്ന് ആണ് ശൗലിനോട് ശമൂവേൽ ചോദിച്ചത്. शमूएल याजक भविष्यवक्ता शाऊल की ओर पूछताछ की है, ये शाऊल तूने क्या किया है? അപ്പോ ശൗൽ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്,
ആമേൻ, എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത്, അവൻ അതിനൊരു വ്യാഖ്യാനം അവിടെ നൽകിയ. और यही समय है, यहां पर यही दे दिया है, किया है, ये गलत है, ये मान लेता नहीं, गलत बात मान लेता नहीं, अब की काम धार्मिकता में लाने के लिए प्रयत्न करते हैं. ആ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ സംഭവം എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങിയതാണ്. ऐसे बात कहाँ शुरू हुई? उत्पत्ति नबी की पुस्तकों में शुरू की है. അവിടെ ദൈവം ആദാമിനോട് ചോദിച്ചു, ആദാമേ നീ എന്താ ഈ ചെയ്തത്? यहोवा परमेश्वर ने आदम की ओर पूछताछ की, तू क्या किया है? ആദമിന് പറയാമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു, ആമേൻ, അല്ലെങ്കിൽ എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് ആദമിന് സമ്മതിക്കാമായിരുന്നു. और आदम को यही बात कह सकता था, और उन्होंने ठीक है मैं गलती की है, मैं अपनाता है. അവൻ അങ്ങനെയല്ല പറഞ്ഞത്, ആമേൻ, നീ എന്താ ഇത് ചെയ്തത്, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞത് നീ തിന്നുവോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ അവൻ അതിനെ ഒരു വലിയൊരു വ്യാഖ്യാനം കൊടുക്കുക. और ये ही बात, मैं मना किया हुआ वो वस्तु तू खाया है, ये पूछने की समय है. अपने आप की बात धार्मिकता में लाने के लिए उन्होंने दूसरे बात न्याय के साथ आया है. അവൻ പറയുന്നത് ഞാനല്ല ചെയ്തത്, നീ എനിക്ക് തന്ന സ്ത്രീയാണ് ഇത് ചെയ്യിച്ചത്, അവൾ തന്നു, ഞാൻ തിന്നു. और अपने बात व्यवहार में लाया, मैं नहीं किया, मुझे मेरा साथ बढ़ने के लिए दिया, वही स्त्री ने मुझे को धोखाबाजी की है. അത് പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മറുപടി അല്ല പറയുന്നത്. अनेक समय हमारे ओर पूछता है, उसका जवाब नहीं देता है. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ തളർവാദ രോഗിയോട് അല്ലെങ്കിൽ അവിടെ കിടന്ന രോഗിയോട് യേശു ചോദിച്ചതിനുള്ള മറുപടി അല്ല അവൻ പറയുന്നത്. जो वहां पर एक बीमारी है, जो बीमारी की ओर पूछताछ किया, जो सवाल को जवाब नहीं देता है. അവനോട് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോന്ന്, പക്ഷെ അവൻ കൊടുക്കുന്ന മറുപടി എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലെന്ന. जो व्यक्ति को पूछा है तू चंगाई पाने के लिए आग्रह है, तो रोगी ने कहते हैं वो और पानी हिलते हैं, पानी में डालने के लिए मेरा साथ पीछे कोई नहीं है. അതെ, പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്, ദൈവം ചോദിക്കുന്ന ചോദ്യത്തിനല്ല നമ്മൾ മറുപടി പറയുന്നത്. हमारा जिंदगी में परमेश्वर ने हमारे साथ पूछताछ करते हैं, उसका जवाब नहीं देता है. ആമേൻ, ദൈവം ആമേൻ നമ്മോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. यही चेतावनी है. यहोवा ने, मसीह ने हमारे और कुछ नहीं कुछ बात पूछा है, मांगा है, उसका जवाब देना, गलत जवाब देना नहीं. ആമേൻ, ദൈവം ശൗലിനോട് പറഞ്ഞത് നീ ചെന്ന് ആമേൻ ഈ പട്ടണത്തെ, പ്രൈസ് ദി ലോർഡ്, അതായത് ദൈവമക്കൾക്ക് വിരോധമായി നിന്ന പട്ടണത്തെ നശിപ്പിക്കുവാനാണ് ദൈവം അവനെ അയച്ചത്. यहोवा परमेश्वर ने शाऊल को भेजा है. यहोवा की महिमा के विरोध में लड़ते हैं, जो शहर में जाकर सब कुछ पूरा नाश करने की बात. എന്നാൽ അവൻ ചെയ്തത് എന്താണ്? അവൻ പ്രൈസ് ദി ലോർഡ് അവിടെ അമാലേക്യ രാജാവിനെ പിടിച്ചുകൊണ്ടുവരികയും അവിടെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം എടുക്കുകയും മോശമായത് നശിപ്പിക്കുകയും ചെയ്തു. शाऊल ने क्या किया? वहां पर उनका राजा को पकड़ कर लाया, और अच्छे चीज नहीं है वो सबको सताया, अच्छे अच्छे बैल को उन्होंने रखे अपने देश में लाया. അത് 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. അവൻ അനുസരണക്കേട് കാണിച്ചു, ദൈവം അവനെ തള്ളിക്കളഞ്ഞു. और पहले शमूएल 15वां अध्याय में यहोवा परमेश्वर की वचन को त्याग किया, और शाऊल ने उल्लंघन की आज्ञा को, ये बात वहां पर पाया जाता है. ദാവീദ് പറയുന്നു, ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം അത് കേട്ടിരിക്കുന്നു. दावीद राजा ने एक बात, यही बात दी. यहोवा परमेश्वर एक बार कहा,
मैं 2 बार मेरा कान में लगाया। ദൈവം നമ്മോട് പറയുന്നത് ചെയ്യുക, പറയാത്ത കാര്യം ചെയ്യാൻ പോകരുത്. मसीह ने हमें बोलते हैं जो बात सुनना करना, जो बात सुनने की करने के बदले अन्य बात को कान ना लगाना। നമ്മൾ പലപ്പോഴും ഈ ബിലയാമിനെ പോലെ നമ്മൾ കാണിക്കുന്നത്. हम कई बार बिलियाम क्या किया है ऐसा करते हैं। ബിലയാമിനോട് ദൈവം പറഞ്ഞു ഈ ജനത്തോട് കൂടെ നീ പോകരുതെന്ന് പറഞ്ഞിട്ടും അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുക. बिलियाम की ओर यहोवा ने कहा तू ये विरोधियों के बीच में जाना नहीं, ये आज्ञा ना मानते हुए उनका साथ पीछे गया है। നമ്മൾ പലപ്പോഴും ഇങ്ങനെയാ, ദൈവം ഒരിക്കൽ പറഞ്ഞല്ലോ, എന്നാൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്കാം ഇത് ദൈവഹിതമുണ്ടോന്ന്. यहोवा परमेश्वर की ओर मसीह की ओर प्रार्थना किया है, मसीह ने वो बात माना किया, फिर भी हम क्या करते हैं, चलो हम उपवास और प्रार्थना कर बैठकर हम परमेश्वर की ओर और पूछताछ करें। ഇന്നത്തെ കാലത്ത് നടക്കുന്ന പല ഉപവാസ പ്രാർത്ഥനകളും അതാ, ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, ദൈവം ചിലപ്പോ സമ്മതിച്ചാലോ. आज के दिनों में उपवास और प्रार्थना वही है, एक बार और पूछताछ करूं, उसका जवाब हमारा इच्छा पर मिलेगा नहीं मिलेगा। ദൈവം പറഞ്ഞിട്ടും കേൾക്കാതെ പോയത് കൊണ്ട് എന്താ സംഭവിച്ചത്, അവൻ ശത്രുക്കളോട് കൂടെ നശിക്കേണ്ടി വന്നു. जो कहा जाना नहीं, कहना नहीं, जो बात उल्लंघन किया और शत्रु वैरियों के पीछे हो लिया, इसी कारण में वो मरना पाया। അതെ, ഈശോയോട് ശൗലിന്റെ അനുസരണക്കേട് എന്നേക്കുമായി അവന്റെ സിംഹാസനം നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. और शाऊल राजा ने यहोवा की आज्ञा उल्लंघन किया, त्याग किया, इसी कारण सिंहासन उन्हीं का ओर से निकाल दिया। അവന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതെല്ലാം അവന്റെ സ്വയത്തിൽ നിന്നും അവൻ ചെയ്ത കാര്യങ്ങൾ. उसकी आगे पवित्र आत्मा उन्हें में से हट गया, निकल गया, उसकी बात में किया हुआ सारे काम वृद्ध काम है। ദൈവം അവനോട് സംസാരിക്കാതെയായി. यहोवा परमेश्वर मुंह फिर दिया है, बातचीत नहीं करते हैं। അവന് ആലോചന പറഞ്ഞു കൊടുക്കാൻ ഒരു ദൈവാത്മാവിന്റെ പ്രേരണ ഇല്ലാത്തവരായി തീർന്നു. ആരും അവന് ആലോചന പറഞ്ഞു കൊടുക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. ये आज्ञा त्याग किया हुआ शाऊल को यहोवा परमेश्वर की मधुरवाणी भविष्यवाणी देने के लिए कोई किसी को प्रभु ने उनकी ओर भेजा नहीं है। അവൻ അതുകൊണ്ട് പല പ്രവാചകന്മാരെയും ദർശനക്കാരെയും അന്വേഷിച്ച് നോക്കി, ആരെയും ലഭിച്ചില്ല. उनको भविष्यवाणी मिलने के लिए, यहोवा की शब्द सुनने के लिए कोई किसी नहीं, इसलिए उन्होंने और कोई किसी उनका साथ बात करने के लिए तैयारी नहीं हुई। നമ്മൾ 28-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ വെളിച്ചപ്പാടത്തി ഒരു പ്രാവശ്യം ഇത് പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവൻ ചെല്ലുവാനിടയായി. और 28वां अध्याय में आते हैं, जो झूठी भविष्यवाणी देती है एक स्त्री की ओर, वो ने आज्ञा मिलने के लिए गई है। അതെ, 28-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ തന്നെ പറയുക, എനിക്ക് വേണ്ടി ഒരു വെളിച്ചപ്പാടത്തി അന്വേഷിക്കും. 28वां अध्याय में 8वां पद में तब शाऊल ने अपना वेश बदला और दूसरे कपड़े पहनकर 2 मनुष्य संग लेकर रातों रात चलकर उस स्त्री के पास गया है। നോക്കിയേ, ഇതുവരെയും ദൈവിക ആലോചന പ്രകാരം നടന്നുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ ഇതാ ദൈവമില്ലാത്തതിലേക്ക് പോവുകയാണ്. और झूठी भविष्यवाणी देने वाली स्त्री की ओर शाऊल राजा जा रहा है। കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവിനാൽ നിന്നപ്പോൾ ദൈവത്തിന്റെ ആലോചന ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. बीते समय में पवित्र आत्मा की अगुवाई से चला हुआ व्यक्ति अभी वो आज्ञा त्याग की है। അതാണ് ദൈവവചനം പറഞ്ഞത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും. इसी कारण में प्रभु की वचन में यही सिखाता है, नेव
उल्टा पड़ा और धार्मियों क्या करूं? നോക്കിയേ, ആമേൻ, ദൈവ വചനപ്രകാരം ജീവിച്ചപ്പോൾ ദൈവിക ആലോചനകൾ ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവവചനം വിട്ടുമാറിയപ്പോൾ ദൈവിക ആലോചനകൾ നഷ്ടപ്പെട്ടു. मसीह की वचन की भागी बन गया उसी समय। मसीह में जिया, मसीह को त्याग किया और शैतान की आत्मा घेर लिया। പ്രിയമുള്ളവരെ, ദൈവസന്നിധി വിട്ട് മാറിക്കഴിഞ്ഞാൽ ആമേ ശത്രു നമ്മെ തകർക്കും. परमेश्वर की महिमा से रहित हो जाएगा तो शत्रुओं ने घेर लेंगे। ആമേൻ. പിന്നെ സകല ആശ്രയവും നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന്റെ എല്ലാ സഹായവും നമ്മിൽ നിന്ന് അറ്റുപോകും. सारे भरोसा हमारे में से हट जाते हैं, मसीह में से मिलेगा, मिलने का सारे हमारे में से हट जाते हैं। ആകയാൽ ശൗൽ നമുക്ക് ഇന്ന് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി, അല്ലെങ്കിൽ നമുക്കൊരു ചേതാവനിയായി ഇന്ന് നമ്മുടെ മുൻപ് നിൽക്കുന്നുണ്ട്. मानो यही बात है, हमारा दर्शन के लिए, हमारे को दिखाने के लिए, नमूना बनाने के लिए शौल हमारा सामने है। ശൗൽ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. शौल की जिंदगी हमें यही सिखाता है, हमारा मसीह की चेहरे की ओर देख के कोई किसी व्यक्ति उसमें से पीछे हटना नहीं। ശൗൽ പറയും, എന്റെ അഹങ്കാരം എന്നെ തളർത്തി കളഞ്ഞു. शाऊल ऐसी बात कहे और मैं अहंकारी बन गई, इसी कारण में परमेश्वर की महिमा से रहित हो गई। രണ്ടാമത് എന്റെ അസൂയ എന്നെ വീഴ്ചയിലേക്ക് നയിച്ചു. उन्होंने दूसरे की ओर ऐसी बात दी, वो मुझे को गिरावट में लाया। അഭിഷേകം പ്രാപിച്ച വ്യക്തിക്ക് വിരോധമായി ഞാൻ ക്രൂരനായി തീർന്നു, അതുകൊണ്ട് എനിക്ക് വീഴ്ച സംഭവിച്ചു. अभिषिक्त दास के विरोध में मैं क्रोधित होकर ऐसी काम की, इसी कारण में मेरा सिंहासन मुझे को नष्ट हो गया। എന്റെ അനുസരണക്കേട് എന്നെ വീഴ്ചയിലേക്ക് നയിച്ചു. मैं उल्लंघन किया, मेरा नाश के कारण किया। അത് എന്റെ ആഭിചാരം, അല്ലെങ്കിൽ ഞാൻ വെളിച്ചപ്പാടത്തേക്ക് പിന്നാലെ പോയത് കൊണ്ട് എനിക്ക് വീഴ്ച സംഭവിച്ചു. और शैतान की आत्मा के काम किया, झूठी भविष्यवाणी देने वाले को ऊपर भरोसा रखने के लिए शौल गई है। ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. और आइए आंख बंद करे, हम प्रार्थना करें। അതെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ശൗലിനെ പോലെ ദൈവസന്നിധി വിട്ട് മാറിപ്പോകാതെ ദാവീദിനെ പോലെ ദൈവസന്നിധി നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आइए हमारा सिर झुकाए, प्रार्थना करे। शौल की नाई नहीं, दावीद की नाई चाल चल जोने के लिए प्रार्थना में अगुवे हो। ഏതെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും ആ ദൈവത്തിൽ ആശ്രയം വെച്ച് നമുക്ക് മുന്നേറാം. कोई भी प्रश्न आता है, कोई गड़बड़ाते हैं, सारे मसीह की ओर देखते हुए आगे बढ़े। കാരണം കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. कारण यही है, मसीह की प्रतिज्ञा हमारे ओर है, तुम्हें मैं त्याग नहीं करूं, हाथ नहीं छोड़ू। നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പകൽക്കാലം. प्रार्थना करें। സ്വർഗസ്ഥ പിതാവ, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय पिता, अच्छे समय के लिए, अच्छा कार्य के लिए धन्य देता है। ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. आज सुबह ही वक्त हमारा साथ बातचीत की, जो वचन के लिए धन्यवाद। വചനം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सुना हुआ सभी के लिए हम परमेश्वर को धन्यवाद देता है। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता पुत्र पवित्र आत्मा के नाम में अनुग्रह देते हुए प्रार्थना करते हैं। ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായി മുന്നേറുവാൻ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. दावीद की नाई हमारा चाल चलेंज आगे बढ़ने के लिए सभी को तैयारी करे, हम प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. सेवकाई के लिए हमें प्रबल किया, बल दिया, इसी कारण के लिए धन्यवाद। എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. सारे भरदाई काम के लिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना, यीशु मसीह के नाम से मानते हैं, सुनो और ग्रहण कर ले पिता। आमीन। ആമേൻ, ആമേൻ, ആമേൻ.